മറ്റേന്നാ നാളെ എടുക്കാം അല്ലെ? ഒന്നുമില്ല, 2 ഡ്രാഫ്റ്റിന്റെ ഫോർമാറ്റ് ഉണ്ട് അത്ര. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാഫ്റ്റിംഗിൽ നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് ഡ്രാഫ്റ്റിംഗ് എന്താണ്, കൺവേയൻസിങ് എന്താണ്, അതേപോലെ തന്നെ ഡ്രാഫ്റ്റിങ്ങിലുള്ള പലതരം ഡീഡുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, 1-2 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ വരാറുള്ളൂ. ഡ്രാഫ്റ്റിംഗിന്റെ മീനിങ്, ഫസ്റ്റ് സെന്റൻസ് ആണ് ഡ്രാഫ്റ്റിംഗിന്റെ മീനിങ്. സിന്തസിസ് ഓഫ് ലോ ആൻഡ് ഫാക്ട് ഇൻ എ ലാംഗ്വേജ് ഫോം. അതായത് നിയമവും ഫാക്റ്റും ഒരു ലാംഗ്വേജിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെയാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയാം. എന്തൊക്കെയാണ്? സിന്തസിസ് ഓഫ് ലോ ആൻഡ് ഫാക്ട് ഇൻ എ ലാംഗ്വേജ് ഫോം, അതാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഡ്രാഫ്റ്റിംഗ്? ഡ്രാഫ്റ്റിംഗ് ഈസ് എ സിന്തസിസ് ഓഫ് ലോ ആൻഡ് ഫാക്ട് ഇൻ എ ലാംഗ്വേജ് ഫോം എന്നാണ് ഡ്രാഫ്റ്റിംഗിന്റെ അർത്ഥം. നൗ ജസ്റ്റ് കഥ. ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം തിങ്കിങ്ങും പിന്നെ അത് കമ്പോസ് ചെയ്യുന്നതുമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നുള്ളത്. അയാൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകൾ അയാൾക്ക് വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫാക്റ്റുകളെ കുറിച്ചിട്ടുള്ള നോളജ് വേണം, ലോയിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം. അതേപോലെ തന്നെ ഈ ഫാക്റ്റും നോളജുകളും ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള സീക്വൻസിൽ അയാൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ലീഗൽ സ്റ്റാറ്റസും പ്രിവിലേജും റൈറ്റും ഡ്യൂട്ടികളും ഒക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു നല്ല ഡ്രാഫ്റ്റ്സ്മാൻ ആവാൻ കഴിയുള്ളൂ. അപ്പോ എഗെയിൻ എന്താണ് ഡ്രാഫ്റ്റിംഗ്? ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസ് സിന്തസിസ് ഓഫ് ലോ ആൻഡ് ഫാക്ട് ഇൻ എ ലാംഗ്വേജ് ഫോം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ്കിങ് ആൻഡ് ദെൻ കമ്പോസിങ് ആണ്. ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഡ്രാഫ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രാഫ്റ്റ്സ്മാൻ. ആ ഡ്രാഫ്റ്റ്സ്മാൻ എന്തിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം? ഫാക്റ്റുകളെ കുറിച്ചും ലോയിനെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ അയാൾക്ക് ലീഗൽ സ്റ്റാറ്റസും പ്രിവിലേജും റൈറ്റും ഡ്യൂട്ടികളും ഒക്കെ പ്രസന്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ എന്താ ഡ്രാഫ്റ്റിംഗ്? അല്ല, സിന്തസിസ് ഓഫ് ലോ ആൻഡ് ഫാക്ട് ഇൻ എ ലാംഗ്വേജ് ഫോം. പിന്നെ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫസ്റ്റ് തിങ്കിങ് ആൻഡ് കമ്പോസിങ്. ദെൻ അല്ല, ഡ്രാഫ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് ലീഗൽ പ്രിപ്പറേഷൻ ഓഫ് ലീഗൽ ഇൻസ്ട്രുമെന്റ്സിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ കഴിവുകളാണ് അയാൾക്ക് വേണ്ടത്? ഫാക്റ്റുകളെ കുറിച്ച് അറിയണം, ലോകളെ കുറിച്ച് അറിയണം. അതേപോലെ തന്നെ എങ്കിൽ മാത്രമേ സീക്വൻഷ്യൽ ആയിട്ട് ഫാക്റ്റുകളും ലോകളും ഒക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? ലീഗൽ സ്റ്റാറ്റസുകൾ പ്രസന്റ് ചെയ്യാനും പ്രിവിലേജുകൾ പ്രസന്റ് ചെയ്യാനും റൈറ്റുകൾ പ്രസന്റ് ചെയ്യാനും ഒക്കെ അയാൾക്ക് കഴിയുള്ളൂ. നൗ കൺവേയൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ എന്താ ഡ്രാഫ്റ്റിംഗും കൺവേയൻസിങ്ങും തമ്മിലുള്ള വ്യത്യാസം? അല്ല, ആ കൺവേയൻസിങ് അല്ലത്. കൺവേയൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് തന്നെയാണ്, പക്ഷേ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെഴുതുന്ന പേപ്പറിനെ അല്ലെങ്കിൽ അതിനെഴുതുന്ന ആധാരങ്ങളെ അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേയൻസിങ് എന്ന് പറയുന്നത്. സോ കൺവേയൻസിങ് ഈസ് ദ ആർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ്. അപ്പൊ എന്താ? കൺവേയൻസിങ്ങും ഒരു തരത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് ആണ്. എന്താ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? ഡീഡ്സോ ഡോക്യുമെന്റ്സോ. എന്തിനു വേണ്ടി? ഫോർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ബൈ വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റോ ഡീഡോ ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺവേയൻസിങ്. ഒരു പ്രോപ്പർട്ടി ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ജനറൽ ടേം ആണ്. അതിൽ എഗ്രിമെന്റുകൾ ഉണ്ടാവും, കോൺട്രാക്റ്റുകൾ ഉണ്ടാവും, പല സാധനങ്ങളും ഉണ്ടാവും. പക്ഷേ ആ ഡ്രാഫ്റ്റിംഗിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുകയോ ബൈ ചെയ്യുകയോ ചെയ്യുന്നതിന് എഴുതപ്പെടുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് ആണെങ്കിൽ അതാണ് കൺവേയൻസിങ്. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എഴുതപ്പെടുന്ന കരാറിനെ എഴുതുന്നതിനെയാണ് നമ്മൾ കൺവേയൻസിങ് എന്ന്
വിളിക്കുന്നത്. ക്ലിയർ ആണോ? സോ ആസ് പ്രോബബ്ലി നമ്മൾ എന്താ പറയാ, എ ഡീഡ് ഓഫ് ട്രാൻസ്ഫർ ഈസ് എ കൺവേയൻസ് ഡീഡ്. അതും എന്തിന്റെ ബേസിലായിരിക്കും? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ ബേസിലായിരിക്കും അത് കൊടുക്കുന്നത്. സോ എന്തൊക്കെയാ അതിൽ വരിക? ട്രാൻസ്ഫർ മേ ബി ബൈ സെയിൽ ആയിരിക്കാം, ഗിഫ്റ്റ് ആയിരിക്കാം, എക്സ്ചേഞ്ച് ആയിരിക്കാം, വില്ലായിരിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സും എല്ലാം എന്തായിട്ടാണ് വരിക? കൺവേയൻസിംഗ് ആയിട്ടാണ് വരിക. ബട്ട് acquisition of a property by inheritance does not amount to transfer. ഇൻഹെറിറ്റൻസിലൂടെ നമ്മൾക്കൊരു പ്രോപ്പർട്ടി കിട്ടുകയാണെങ്കിൽ അതെന്തല്ല? ട്രാൻസ്ഫർ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡോക്യുമെന്റ് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡോക്യുമെന്റ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൺവേയൻസിങ് ആവുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ എന്താ കൺവേയൻസിങ്? കൺവേയൻസിങ് മീൻസ് ഇറ്റ്സ് an art of drafting. ഓക്കെ, ഡീഡ്സ് ഓർ ഡോക്യുമെന്റ്സ്. എന്താ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്? ഡീഡ്സ് ഓർ ഡോക്യുമെന്റ്സ് whereby an immovable property is transferred by one person to another person. അതിനു വേണ്ടിയിട്ട് എഴുതപ്പെടുന്ന ഡ്രാഫ്റ്റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കൺവേയൻസിങ് ആണ്. സോ കൺവേയൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൺവേയൻസ് ഡീഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അത് എന്തിന്റെ ബേസിലാണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ ബേസിലാണ്. അപ്പൊ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? അതിലൊരു ട്രാൻസ്ഫർ ഇൻക്ലൂഡ് ചെയ്യും, അതായത് സെയിൽ ഇൻക്ലൂഡ് ചെയ്യും, ഗിഫ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും, ഒരു പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇൻക്ലൂഡ് ചെയ്യും, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ഇൻക്ലൂഡ് ചെയ്യും, ബില്ല്. എന്താ വിൽപത്രവും ഇൻഹെറിറ്റൻസും തമ്മിലുള്ള വ്യത്യാസം? വില്ലും ഇൻഹെറിറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? വില്ല് എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് കൈവശമുണ്ട്, മീൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതിപ്പെടുന്നതാണ് വില്ല്. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ അനന്തരാവകാശികൾ എന്റെ സ്വത്തിന് വേണ്ടി വരുന്നതാണ് ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇൻഹെറിറ്റൻസ് ഏതിൽ പെടില്ല? കൺവേയൻസിൽ പെടില്ല. പക്ഷെ ബില്ല് കൺവേയൻസിൽ പെടും. ക്ലിയർ ആണോ? സോ എന്താ ഡ്രാഫ്റ്റിംഗ്? ഡ്രാഫ്റ്റിംഗ് എന്താണ്? സിന്തസിസ് ഓഫ് സിന്തസിസ് ഓഫ് ഫാക്ട് ആൻഡ് ലോസ് ഇൻ എ ലീഗൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇൻ എ ലാംഗ്വേജ് ഫോം. ഇൻ എ ലാംഗ്വേജ് ഫോം, അതാണ് എന്ത് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ്കിങ് ദെൻ കമ്പോസിങ്. പിന്നെ ഡ്രാഫ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലീഗൽ ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യാനാണ് ഡ്രാഫ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡ്രാഫ്റ്റ്സ്മാൻ. ഒരു ഡ്രാഫ്റ്റ്സ്മാൻ എന്ത് കഴിവാണ് വേണ്ടത്? ഫാക്റ്റിനെ കുറിച്ച് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം, ലോനെ കുറിച്ചിട്ട് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സീക്വൻഷ്യൽ മാനറില് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോസും ഫാക്ട്സും ഒക്കെ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുവഴി പ്രിവിലേജുകളും ലോകളും റൈറ്റുകളും ഡ്യൂട്ടികളും ഒക്കെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് കൺവേയൻസിങ്? കൺവേയൻസിങ് എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ് ആണ്, അല്ലെ? കൺവേയൻസിങ് ഈസ് ആൻ ആർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ് by preparing documents or agreements for transfer of an immovable property by one person to another person. Okay, കൺവേയൻസിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രിപ്പറേഷൻ ഓഫ് കൺവേയൻസ് ഡീഡ് ആണ്. അത് എന്തിന്റെ ബേസിലാണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ ബേസിലാണ്, അല്ലേ? അല്ല, പിന്നെന്താ പറയണത്? അല്ല, കൺവേയൻസിംഗിൽ എന്തൊക്കെ ഉൾപ്പെടും? ഈവൻ ദോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലോ ഗിഫ്റ്റോ ബില്ലോ ആണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരിക്കലും ഇൻഹെറിറ്റൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് ഇത് ഡ്രാഫ്റ്റിംഗ് മീൻസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഓഫ് എ ഡോക്യുമെന്റ്.
ഒരു ഡോക്യുമെന്റിന്റെ ഡ്രാഫ്റ്റ് വേർഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുക. ഡിഫറൻസ് ആണ് ഈ പറയണേ. കൺവേയൻസിങ് മീൻസ് ഡോക്യുമെന്റേഷൻ കൺസേൺഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ഇതതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് രണ്ടിന്റെയും ഡിഫറൻസ്. ഓക്കെ, ഇനി അവർ പറയുന്നത് കൺവേയൻസിയും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോ വായിക്കുക, എന്താണ് കൺവേയൻസിങ്? എനി റൈറ്റ് ഓഫ് ആക്ഷൻ, ഇറ്റ് alters the ownership of existing right. അതായത് കൺവേയൻസിങ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അതിൽ പുതിയ റൈറ്റ് ഉണ്ടോ? ഇല്ല. ഓണർഷിപ്പ് വെട്ടി ഇന്നയാളാക്കുക എന്നല്ലാതെ പുതിയ റൈറ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് അവിടെ പറയുന്നത്. അവിടെ ഒരിക്കലും ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഓണർഷിപ്പ് മാത്രമേ ആൾട്ടർ ചെയ്യപ്പെടുന്നുള്ളൂ. അതാണ് കൺവേയൻസിംഗിൽ പറയുന്നത്. അപ്പൊ കോൺട്രാക്ട് എന്താ? കോൺട്രാക്റ്റിലാണ് റൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നീ ഇന്നത് ചെയ്യണം, ഇന്ന ദിവസത്തിന്റെ ഉള്ളിൽ എനിക്ക് പൈസ തരണം എന്നൊക്കെ കാര്യങ്ങൾ, റൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? അത് കോൺട്രാക്റ്റിലാണ് വരുന്നത്. ദെൻ ആസ് യൂഷ്വൽ കൺവേയൻസിങ് ആരാ ഗവേൺ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ആവുമ്പോ കോൺട്രാക്റ്റിനെ ഗവേൺ ചെയ്യുന്നത് കോൺട്രാക്ട് ആക്ട് 1872 ആണ്. ക്ലിയർ ആണോ? ദെൻ തേർഡ് വൺ, conveyancing. Deed of mortgage or sale would operate as conveyancing. മറ്റത് actual of interest. അതായത് എന്താ അവിടെ പറയുന്നത്? സോ എന്താണ് പറയണത്? സെയിലോ മോർഗേജോ നടത്തുന്ന സമയത്ത് അത് കൺവേയൻസിങ്ങിന് ബാധകമാകാം. അതായത് അത് കൺവേയൻസിങ് ആണ് എന്നല്ല പറഞ്ഞത്, കൺവേയൻസിങ്ങിന് ബാധകമാകാം. പക്ഷെ വെറുതെ ഒന്ന് എഴുതി എന്ന് വിചാരിച്ചിട്ട് അത് കൺവേയൻസിങ് ആവില്ല. അതായത് മോർഗേജ് വെച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവില്ല. അതടക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുള്ളൂ. അതേപോലെ സെയിലിന്റെ എഴുതി എന്ന് വിചാരിച്ചോണ്ടാവില്ല, അത് ഒപ്പിട്ട് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ അത് ട്രാൻസ്ഫർ ആയി മാറുള്ളൂ. അപ്പോഴേ അത് കൺവേയൻസിങ് ആവുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് കൺവേയൻസിങ്ങും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, കൺവേയൻസിങ്ങിൽ എന്ത് വരുന്നില്ല? റൈറ്റോ ഒബ്ലിഗേഷനോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ എന്ത് മാത്ര? ഓണർഷിപ്പ് ഓൾട്ടർ ചെയ്യപ്പെടുന്നു മാത്രമേ ഉള്ളൂ. കോൺട്രാക്റ്റിൽ മാത്രമാണ് റൈറ്റോ ഒബ്ലിഗേഷനോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ട്, കൺവേയൻസിങ്ങിനെ ഗവേൺ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണെങ്കിൽ കോൺട്രാക്റ്റിനെ ഗവേൺ ചെയ്യുന്നത് കോൺട്രാക്ട് ആക്ട് 1872 ആണ്. മൂന്ന്, മോർഗേജ് സെയിലോ എന്തിന് കാരണമാവാം? കൺവേയൻസിങ്ങിന് കാരണമാവാം. പക്ഷേ കോൺട്രാക്ട് എന്താ പറയുന്നത്? നിങ്ങൾ വെറുതെ ഒരു മോർഗേജോ ഇതോ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു കൺവേയൻസിങ് നടക്കണം എന്ന് ഇല്ല. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാഫ്റ്റിങ്ങിന് മുമ്പ് ഡ്രാഫ്റ്റിങ്ങും കൺവേയൻസിങ്ങും എന്താണെന്ന് പറയാം. ഡ്രാഫ്റ്റിംഗ് എന്താന്ന് പറയാ, ദെൻ കൺവേയൻസിങ് എന്താന്ന് പറയാം, പിന്നെ ഡ്രാഫ്റ്റിങ്ങും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ facts in a language form. അല്ല, കൺവെൻസ് ആയിട്ടില്ല, അതിന് ശേഷം ഉണ്ട്. ഫസ്റ്റ് തിങ്ക് ആൻഡ് ദെൻ കമ്പോസ്. ഫസ്റ്റ് തിങ്ക് ആൻഡ് ദെൻ കമ്പോസ്. എന്താണ് ലോയും ഫാക്റ്റും അറിഞ്ഞിരിക്കുക. അതായത് അങ്ങനെയല്ല, ഇത് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ലീഗൽ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രാഫ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്?
ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രാഫ്റ്റ്സ്മാൻ എന്നാണ്. ഡ്രാഫ്റ്റ്സ്മാൻ എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? അയാൾക്ക് ഫാക്റ്റിനെ കുറിച്ചുള്ള ക്ലിയർ ഐഡിയ വേണം, ലോനെ കുറിച്ചുള്ള ക്ലിയർ ഐഡിയ വേണം. എങ്കിൽ മാത്രമേ സീക്വൻഷ്യൽ ഫോർമാറ്റില് ഫാക്റ്റുകളും ലോയുകളും അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്തിനു വേണ്ടി? കൃത്യമായിട്ട് പ്രിവിലേജുകൾ മെൻഷൻ ചെയ്യാൻ, കൃത്യമായിട്ട് റൈറ്റുകൾ മെൻഷൻ ചെയ്യാൻ, കൃത്യമായിട്ട് ഒബ്ലിഗേഷൻസ് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താ കൺവെയൻസിങ്? കൺവെയൻസിങ് ഈസ് ദ ആർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ്. By drafting agreements or documents. Conveyance is the art of drafting by drafting agreements or documents for transfer of immovable property by one person to another person. Okay. ഇനി കൺവെയൻസിങ്ങിന്റെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കൺവെയൻസിങ് എന്ന് പറഞ്ഞാൽ കൺവെയൻസ് ഡീഡ് പ്രിപ്പയർ ചെയ്യലാണ്. അതിനെ ഗവേൺ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ്, അല്ലെ? അതേപോലെ കൺവെയൻസിങ്ങിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? സെയില്, എക്സ്ചേഞ്ച്, ബില്ല്, ഗിഫ്റ്റ്. പക്ഷെ അതിൽ ഇൻഹെറിറ്റൻസ് മാത്രം വരില്ല. ഇനി ഡ്രാഫ്റ്റിങ്ങും കൺവെയൻസിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. പക്ഷെ ഡ്രാഫ്റ്റിങ്ങും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മോർഗേജും സെയിലും. മോർഗേജോ സെയിലോ ചെയ്താൽ അത് കൺവെയൻസ് ഡീഡായി മാറും. പക്ഷേ കാരണമാവാം. പക്ഷെ കോൺട്രാക്ട് എന്താ പറയുന്നത്? മിയർലി വെറുതെ ഒരു മോർഗേജ് ചെയ്തു എന്ന് വെച്ചോ, അല്ലെങ്കിൽ സെയിൽ ഡീഡ് എഴുതി എന്ന് വെച്ചോ അവിടെ സെയിൽ ആവാൻ, മീൻസ് അവിടെ കൺവെയൻസിങ് ആവാൻ പോകുന്നില്ല. ഇനി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാഫ്റ്റിംഗ്, അതായത് ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നമ്മളൊരു ഡ്രാഫ്റ്റ്സ്മാൻ ആവുമ്പോ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഒന്ന്, രണ്ട് പാർട്ടി, അതായത് എത്ര പാർട്ടികളുണ്ടോ ആ പാർട്ടികളിലേക്ക് നെയിമും ഡിസ്ക്രിപ്ഷനും അഡ്രസ്സും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് കാര്യം അറിയേണ്ടത് എന്താ? ഇത് ഡ്രാഫ്റ്റ് ചെയ്യണ്ടാവും കേട്ടോ. അപ്പൊ അത് ഏതൊക്കെ സാധനങ്ങൾ അറിയേണ്ടത് എന്നുള്ളത് വേണം. എന്താണ്? നെയിമും ഡിസ്ക്രിപ്ഷനും അഡ്രസ് ഓഫ് പാർട്ടിയുടെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താ ഈ ഡിസ്ക്രിപ്ഷൻ? ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഏജ് എത്രയായി, മെയിലാണോ, തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷൻ. സോ നെയിമും ഡിസ്ക്രിപ്ഷനും അഡ്രസ് ഓഫ് ദ പാർട്ടീസും നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം. രണ്ട്, എല്ലാ നെസസറി മാറ്റേഴ്സിനെ കുറിച്ചും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതെന്താ നെസസറി മാറ്റേഴ്സ്? റെന്റൽ അഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് റെന്റ് തുടങ്ങിയ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. മൂന്ന്, എലോങ് വിത്ത് ദ പ്രൊവിഷൻസ്, അതായത് ഡെഫിനിഷൻ ആയിട്ടും ആ റെന്റൽ അഗ്രിമെന്റ് എഴുതുമ്പോ ഇത്ര രൂപയുടെ മുമ്പിൽ മോൾ എഴുതി കഴിഞ്ഞാൽ TDS പിടിക്കും തുടങ്ങിയ എല്ലാ നിയമങ്ങളും നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. അതിനോടൊപ്പം തന്നെ ഇനി പെർട്ടിക്കുലർ ഡയറക്ഷൻ. എന്താ പെർട്ടിക്കുലർ ഡയറക്ഷൻ? ബിൽഡിംഗ് ഓണർ പറയാണ് ഇത്ര വേണം ഡെപ്പോസിറ്റ്, ബിൽഡിംഗ് ഓണറുടെ ഡയറക്ഷനാണ്. ഇത്ര വേണം അഡ്വാൻസ് മേടിച്ചിട്ടേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയണം. അതുപോലെ അതും ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ആ മൂന്ന് കാര്യങ്ങൾ എന്താ? ഫസ്റ്റ്, ഏതിന്റെ? ഓക്കെ, മൂന്ന് കാര്യങ്ങൾ എന്താണ്? ഒന്നറിഞ്ഞിരിക്കേണ്ടത് നെയിം, ഡിസ്ക്രിപ്ഷന്, അഡ്രസ് നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ട്, എല്ലാ നെസസറി ഫാക്ട്സും നമുക്ക് അറിഞ്ഞിരിക്കണം. മൂന്ന്, പ്രൊവിഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഡയറക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ
രണ്ട് പാർട്ടികളുടെയും ഇന്റൻഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ ഡ്രാഫ്റ്റിംഗ് ഡോക്യുമെന്റിൽ കൊടുത്തിരിക്കണം. രണ്ടുപേരും എന്തൊക്കെ ഡയറക്ഷൻസ് ആണോ തന്നിട്ടുള്ളത് ആ ഡയറക്ഷൻസ് എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മളുടെ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ഓരോ ഡോക്യുമെന്റിന്റെയും വാലിഡിറ്റി എത്രയാണെന്നും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. എന്താ മെൻഷൻ? റെന്റൽ അഗ്രിമെന്റ് ആണെങ്കിൽ അത് 11 മാസം മാത്രമേ വാലിഡ് ആവുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവിടെ സപ്രഷൻ ഓഫ് ഫാക്ട്സ് ഉണ്ടാവാൻ പാടില്ല, ഒമിഷൻ ഓഫ് ഫാക്ട്സ് ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെയാണ് അപ്പോ? സപ്രഷൻ ഓഫ് ഫാക്ട്സും ഉണ്ടാവാൻ പാടില്ല, ഒമിഷൻ ഓഫ് ഫാക്ട്സും അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡ്രാഫ്റ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് അറിയേണ്ടത്? നെയിമും ഡിസ്ക്രിപ്ഷനും അഡ്രസ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓൾ നെസസറി ഫാക്ട്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. 3 പ്രൊവിഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. രണ്ട് പാർട്ടിയുടെയും ഡയറക്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ ഡ്രാഫ്റ്റിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതേപോലെ തന്നെ വാലിഡിറ്റി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. സപ്രഷനോ ഒമിഷനോ ഫാക്ട്സോ ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാഫ്റ്റിംഗ്. അപ്പൊ എന്തൊക്കെയാ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാഫ്റ്റിംഗ്? നെയിം, ഡിസ്ക്രിപ്ഷന്, അഡ്രസ്. അല്ല, പ്രൊവിഷൻസ്. പ്രൊവിഷൻസും ഡയറക്ഷൻസും വേണം. പിന്നെ രണ്ട് പാർട്ടിയുടെയും ഫാക്ട്സ് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെ വാലിഡിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. സപ്രഷൻ ഓഫ് ഫാക്ട്സും പാടില്ല, ഒമിഷൻ ഓഫ് ഫാക്ട്സും പാടില്ല. ദെൻ അടുത്ത വായിക്ക്. ഓക്കെ, ഇനി ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം? ലോ ഓഫ് ദ ലാൻഡ്. ഓക്കെ, ഇൻ ജനറൽ. അതേപോലെ തന്നെ സ്പെഷ്യൽ ഇനാക്ട്മെന്റ്സ്. എന്തിനെ കുറിച്ച് അറിയണ്ടേ? ജനറൽ ലോ ഓഫ് ദ ലാൻഡ് അറിയണം. സ്പെഷ്യൽ ഇനാക്ട്, നമ്മൾ എഴുതുന്നത് റെന്റൽ അഗ്രിമെന്റ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അറിയണം. അതേപോലെ തന്നെ നാട്ടിലെ വേറെ ഏതെങ്കിലും നിയമങ്ങൾ, ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആണോ അതിനെ കുറിച്ചിട്ടുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. 2, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റുകള് നമ്മളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻസിന് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് നോർമലി യൂസ് ചെയ്യുന്ന ഫോർമാറ്റുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ. Then the order of the draft should be strictly logical. എന്താണ് ഓർഡർ ഓഫ് ദ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? ആദ്യം പാർട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ വിവരം കൊടുക്കണം. പിന്നെ ഏത് പ്രിമിസസ് ആണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെയാണ് കണ്ടീഷൻസ് വരുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഷുഡ് ബി സ്ട്രിക്ട്ലി ലോജിക്കൽ. ഡ്രാഫ്റ്റ് മസ്റ്റ് ബി റെഡിലി ഇന്റലിജിബിൾ ടു ലേമാൻ. എന്താണ് അത് പറയുന്നത്? ഒരു സാധാരണക്കാരന് പോലും കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് ലോ ഓഫ് ദ ലാൻഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, സ്പെഷ്യൽ ഇനാക്ട്മെന്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, കോമൺ കസ്റ്റംസിൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവേണ്ടത്. അതേപോലെ തന്നെ ഒരു നോർമൽ ലോജിക്കൽ രീതിയിലായിരിക്കണം നമ്മൾ അത് ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്. ഒരു സാധാ ലേമാനിന് പോലും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അതിനെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, ദെൻ the document should be supported by schedules, enclosures or annexures if needed. എന്താണ്? കൂടുതൽ അതിലേക്ക് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡ്രാഫ്റ്റ് ചെയ്ത ഡോക്യുമെന്റിന്റെ ഒപ്പം എന്തൊക്കെ വെക്കാം? നമുക്ക് ഷെഡ്യൂൾസ് വെക്കാം, എൻക്ലോഷേഴ്സ് വെക്കാം, അനക്ഷേഴ്സും വെക്കാം. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ജനറൽ. അപ്പൊ ആദ്യം മുതലൊന്ന് പറഞ്ഞേ. പിന്നെ ഡ്രാഫ്റ്റിംഗ്
അല്ല, ജനറൽ പ്രിൻസിപ്സ് പറയാം, എന്നിട്ട് നമ്മൾ ആദ്യം മുതൽ പോവാം. നെയിം, ഡിസ്ക്രിപ്ഷൻ, അഡ്രസ്. ആ, ഓൾ നെസസറി ഫാക്ട്സ്. പ്രൊവിഷൻസിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻസ്, പാർട്ടീസിന്റെ ഡയറക്ഷൻസ് പാർട്ടീസിന്റെ ഡയറക്ഷൻ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പാർട്ടീസിന്റെ ഡയറക്ഷൻ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ വാലിഡിറ്റി, സപ്രഷനും ഒമിഷനും ഓഫ് ഫാക്ട് ഉണ്ടാവാൻ പാടില്ല. ലോ ഓഫ് ദ ലാൻഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. സ്പെഷ്യൽ ഇനാക്ട്മെന്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. നോർമൽ കസ്റ്റംസിൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആയിരിക്കണം യൂസ് ചെയ്തിട്ടുള്ളത്. ലോജിക്കലി ആയിരിക്കണം അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഒരു ലേമാന് പോലും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ഇനി ആദ്യം മൂലം എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ, drafting is synthesis of law or facts in a language form. തിങ്കിങ് ആൻഡ് കമ്പോസിംഗ് ആണ്. ഡ്രാഫ്റ്റിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലീഗൽ ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് വിളിക്കുന്നു. ഡ്രാഫ്റ്റ്സ്മാൻ എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? ലോയിനെ കുറിച്ചിട്ടും ഫാക്ടുകളെ കുറിച്ചിട്ടും ഒരു കൃത്യമായ ഐഡിയ എങ്കിൽ മാത്രമേ സീക്വൻഷ്യൽ മാനറില് ലോകളും ഫാക്ടുകളും ഡിസൈൻ ചെയ്ത് അതിൽ പ്രിവിലേജുകളും റൈറ്റുകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ കൺവേൻസിങ്. Conveyancing is the art of drafting. By drafting documents or agreements for transfer of immovable property by one person to another person. Conveyancing എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് കൺവേയൻസ് ഡീഡ് ആണ്, അല്ലേ? പ്രിപ്പറേഷൻ ഓഫ് കൺവേയൻസ് ഡീഡ് ആണ്. പിന്നെ അതിനെ ഗവേൺ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ്. കൺവേയൻസിങ് എന്ന് പറഞ്ഞാൽ സെയിലും എക്സ്ചേഞ്ചും വില്ലും ഗിഫ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ ഇൻഹെറിറ്റൻസ് ഇൻക്ലൂഡ് ചെയ്യില്ല. കൺവേയൻസിങ് റൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് കൺവേയൻസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെടും. പക്ഷെ മിയറായിട്ട് അത് എഴുതി എന്നുള്ളത് കൊണ്ട് അത് കൺവേയൻസിങ് ആവില്ല. ഓക്കെ, then rules related to drafting. ആദ്യത്തെ റൂളാണ് follows 5 principles. follows 5 principles. എന്താ? ഓക്കെ, ഡ്രാഫ്റ്റിംഗിന്റെ റൂള് പറയുന്ന ആദ്യത്തെ റൂളാണ് follows 5 principles. അപ്പോ ഫസ്റ്റ് റൂൾ എന്താ? സിമ്പിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വേർഡുകൾ വേണം ഉപയോഗിക്കാൻ. ഫസ്റ്റ് ഫോളോവർ പറയുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണ്? സിമ്പിൾ ഫെമിലിയർ വേർഡ്സ് വേണം ഫസ്റ്റ്, മീൻസ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ? ഫെമിലിയർ വേർഡ്സ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് കോൺക്രീറ്റ് വേർഡും അബ്സ്ട്രാക്ട് വേർഡും ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോൺക്രീറ്റ് വേർഡാണ്. എന്താ കോൺക്രീറ്റ്? കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ വേർഡ് അങ്ങനെ അത് അല്ല. കോൺക്രീറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് ഒരർത്ഥമേ ഉള്ളൂ എങ്കിൽ അത് കോൺക്രീറ്റ് വേർഡാണ്.
അതിന് വേറൊരു അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പറ്റൂല. അബ്സ്ട്രാക്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് തന്നെ മൾട്ടിപ്പിൾ അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പോ നമുക്ക് ഒരു സിറ്റുവേഷനിൽ കോൺക്രീറ്റ് വേർഡും ഉപയോഗിക്കാം അബ്സ്ട്രാക്ട് വേർഡും ഉപയോഗിക്കാമെങ്കിൽ നമ്മൾ എപ്പോഴും പോകേണ്ടത് കോൺക്രീറ്റ് വേർഡ് ഉപയോഗിക്കും. കാരണം കൃത്യമായ അർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് എന്താ, ഫെമിലിയർ വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. 2 കോൺക്രീറ്റ് വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. എന്താ കോൺക്രീറ്റ് വേർഡ് മനസ്സിലായില്ലേ? ഒറ്റർത്ഥമുള്ള വേർഡുകൾ. ദെൻ പ്രിഫർ ദ സിംഗിൾ വേർഡ് ടു ദ സർക്കം ലൊക്കേഷൻ. എന്താണത്? അല്ല, ഇനി നൗൺസും അഡ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏത് വേർഡിനാണോ സിംഗിൾ ഉള്ളത്, സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ, എന്താ പറയാ, ഞാൻ, ഞങ്ങൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ. പ്ലൂറലും അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സിംഗിൾ വേർഡുകൾ നമുക്ക് ഏതെങ്കിലും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും നമ്മൾ സിംഗിൾ വേർഡുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അഡ്വർബുകളും അഡ്ജക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ സിംഗിൾ വേർഡ് ഗീവ്സ് ഡയറക്റ്റ് മീനിങ്, അവോയ്ഡിങ് അഡ്വേർബ്സ് ആൻഡ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ. പിന്നെ അതേപോലെ ഷോർട്ട് വേർഡുകളായിരിക്കണം നമ്മൾ ലോങ് വേർഡുകളെക്കാട്ടിലും യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? എന്താ ഷോർട്ട് വേർഡും ലോങ് വേർഡും? അതായത് ഒരു സാധനത്തിന്റെ മീനിങ് പറയുന്ന 2 വേർഡുകളുണ്ട്. പക്ഷെ ഒരു വേർഡ് വളരെ വലിയ വേർഡും ഒരു വേർഡ് വളരെ ചെറിയ വേർഡിലും നമുക്ക് മീനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ചെറിയ വേർഡ് വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഫൗളേഴ്സിന്റെ 4 ഏതാ? ഫസ്റ്റത്തെ ഏതാ? ഫെമിലിയർ വേർഡ് ആയിരിക്കണം, കോൺക്രീറ്റ് വേർഡ് ആയിരിക്കണം, സിംഗിൾ വേർഡ് ആയിരിക്കണം, അതേപോലെ തന്നെ ഷോർട്ട് വേർഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ സാക്സൺ വേർഡ് ടു ദ റോമൻ. എന്താ? അടിയത്തെ വായിക്കും. Use of Roman's word may create complication to convey proper sense to an ordinary person to understand. എന്താ അർത്ഥം? ഓക്കെ ഓക്കെ. എന്താണ് സാക്സൺ വേർഡ് എന്നുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്യും. വാട്ട് ഈസ് എ സാക്സൺ വേർഡ്? പറ. സാക്സൺ വേർഡ് കിട്ടുന്നില്ല. കിട്ടണില്ല. ഇല്ലേ? സോ സാക്സൺ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് എന്നാണ് അർത്ഥം. ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്, അതായത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ലാറ്റിനും ഇതെന്നൊക്കെയാണ്. അപ്പോ ഒരു സ്ഥലത്ത് നമുക്ക് റോമൻ വേർഡ്സോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കി നമുക്ക് കോമൺ ഇംഗ്ലീഷ് വേർഡ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതാണ് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുക. അതേപോലെ ആക്റ്റീവ് വോയിസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, പാസീവ് വോയിസ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്താ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും? അതായത് കൂടുതലായിട്ടും പ്രസന്റ് ടെൻസുകളായിരിക്കണം. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രസന്റ് ടെൻസിൽ വേണം കാര്യങ്ങൾ പറയാൻ, പാസ്റ്റ് സെൻസുകളിൽ കാര്യങ്ങൾ പറയാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാണ് ഫൗളേഴ്സ് പ്രിൻസിപ്പിൾസ്? ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആയിരിക്കണം, സിംഗിൾ കോൺക്രീറ്റ് വേർഡുകളായിരിക്കണം, സിംഗിൾ വേർഡ് ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, അതേപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് അതായത് സാക്സൺ വേർഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ആക്റ്റീവ് വോയിസുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതാണ് ഫൗളേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ ആണോ? എന്നാ പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ് ഫൗളേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാഫ്റ്റിംഗ്?
ഫെമിലിയർ വേർഡ്സ് ആയിരിക്കണം, കോൺക്രീറ്റ് വേർഡ്സ് ആയിരിക്കണം, സിംഗിൾ വേർഡ് ആയിരിക്കണം, ഷോർട്ട് വേർഡ് ആയിരിക്കണം, സാക്സൺ വേർഡ് ആയിരിക്കണം, ആക്റ്റീവ് വോയിസിലും ആയിരിക്കണം. ക്ലിയർ ആണോ? ദെൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഡ്രാഫ്റ്റിങ്ങിന്റെ സ്കെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതായത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് അതിനൊരു പ്രിപ്പറേഷൻ വേണമല്ലോ, അതിനെയാണ് സ്കെച്ചിങ് കണ്ടോട് ഉദ്ദേശിക്കുന്നത്. സോ വായിക്കുക. ബിഫോർ കമൻസിങ് ദ ഡ്രാഫ്റ്റ് ദ വോൾ ഡിസൈൻ ഓഫ് ഇറ്റ് ഷുഡ് ബി കൺസീവ്ഡ്. നമ്മളൊരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് ആ ചിത്രം ഇങ്ങനെ ആയിരിക്കുമെന്ന് മെന്റലി മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ വരയ്ക്കുക. അതേപോലെ ഇറ്റ് ഷുഡ് ബി കൺസീവ്ഡ്. ഒരു ഡ്രാഫ്റ്റിംഗ് തുടങ്ങുന്നതിന്റെ മുമ്പ് ആ ഡ്രാഫ്റ്റിംഗ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ കൺസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. If proceeded without any settled design, it will be confusing and incoherence. എന്താ പറയണേ? അങ്ങനെ ഒരു സ്കെച്ച് നിങ്ങൾ മൈൻഡിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഡ്രാഫ്റ്റിംഗ് എന്താവും? കൺഫ്യൂസിങ്ങും ഇൻകോഹറൻസ് ആവും. ഇൻകോഹറൻസ് പറഞ്ഞാൽ കോംപ്ലക്സും ആവും. ഓക്കെ, യെസ്. സോ എന്താ പറയണത്? സ്കെച്ചിങ്ങിനെ കുറിച്ചിട്ട് എന്താ പറയണത്? സ്കെച്ചിങ്ങിനെ കുറിച്ചിട്ട് എന്താ പറയണത്? ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്കെച്ച് പ്രിപ്പയർ ചെയ്യണം. ആ സ്കെച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കെച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്കെച്ചിങ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് എന്തായി മാറും എന്നാ പറയണത്? കൺഫ്യൂസീവും ഇൻകോഹറൻസും ആയിത്തീരും എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എത്തരത്തിലുള്ള വേർഡുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് നമുക്ക് ഫൗളേഴ്സ് പ്രിൻസിപ്പിൾ. ഫൗളേഴ്സ് പ്രിൻസിപ്പിൾ എന്താ പറയണത്? ഫെമിലിയർ വേർഡ് ആയിരിക്കണം, കോൺക്രീറ്റ് വേർഡ് ആയിരിക്കണം, സിംഗിൾ വേർഡ് ആയിരിക്കണം, ഷോർട്ട് വേർഡ് ആയിരിക്കണം, സാക്സൺ വേർഡ്സ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ആക്റ്റീവ് വോയിസും ആയിരിക്കണം. വേർഡ്സിന്റെ കാര്യങ്ങളിലെല്ലാം നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്കെച്ച് ചെയ്യണം. സ്കെച്ച് ചെയ്യാണെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിൽ കാണണം. ഈ മനസ്സിൽ കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് എന്തായി തീരുമെന്നാണ് പറയുന്നത്? കൺഫ്യൂസീവും ഇൻകോഹറൻസ് ആയി തീരും എന്നുള്ളതാണ് പറയണത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സ്കെലിറ്റൺ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സ്കെച്ച് മനസ്സിലാണ്, സ്കെലിറ്റൺ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ എന്താ പറയണേ? വൺസ് ദ ഡ്രാഫ്റ്റ് ഈസ് റെഡി, ഫിൽ ഇറ്റ് വിത്ത് അവൈലബിൾ ഫാക്ട്സ്. അതായത് ഡ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും. ഡാഷ് ആള് ഡാഷ് വ്യക്തിയുമായിട്ട് ഇന്ന ഡോക്യുമെന്റിന്റെ കരാറിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഇതിൽ ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോ അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ഫോർമാറ്റിൽ എന്താ? ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്കൊരു ഫോർമാറ്റ് മാത്രമാണ്. ആ ഫോർമാറ്റിലേക്ക് എന്ത് ഫിൽ ചെയ്ത് കൊടുക്കണം? ഫിൽ ഇറ്റ് വിത്ത് അവൈലബിൾ ഫാക്ട്സ് ആൻഡ് ലോ ആപ്ലിക്കബിൾ. ലോജിക്കലി പ്രസന്റ് ദ ഫാക്ട്സ്. യൂസ് എന്തൊക്കെയാ വേണ്ടേ? ലോജിക്കൽ പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ്, സിമ്പിൾ ലാംഗ്വേജ്, അവോയ്ഡ് റിപ്പീറ്റേഷൻസ് and misinterpretation and eliminate ambiguous facts. എന്തൊക്കെയാ വേണ്ടേ? സ്കെലിറ്റൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാ വേണ്ടത്? അല്ല, ലോജിക്കൽ പ്രസന്റേഷൻ വേണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, റിപ്പീറ്റേഷൻസ് ഒഴിവാക്കണം, മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഒഴിവാക്കണം, അതേപോലെ തന്നെ ആംബിഗ്വസ് ഫാക്ട്സ് ഒഴിവാക്കണം. ഓക്കെ, എന്തൊക്കെയാ? ലോജിക്കൽ പ്രസന്റേഷൻ ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, റിപ്പീറ്റേറ്റീവ് ഫാക്ട്സ് ഒഴിവാക്കണം, മിസ്ഇന്റർപ്രിട്ടേഷൻ ഫാക്ട്സ് ഒഴിവാക്കണം, ആംബിഗ്വസ് ഫാക്ട്സും ഒഴിവാക്കണം. എന്തൊക്കെയാണ് 5 കാര്യങ്ങള്? ലോജിക്കലി പ്രസന്റ് ചെയ്യണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, റിപ്പീറ്റേഷൻസ് ഒഴിവാക്കണം, മിസ്റെപ്രസെന്റേഷൻസും ആംബിഗ്വസ് ഫാക്ട്സും ഒഴിവാക്കണം. ക്ലിയർ ആണോ? യെസ്. സോ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? വേർഡ്സിനെ നമ്മൾ നോക്കി, സ്കെച്ച് പ്രിപ്പയർ ചെയ്തു, സ്കെലിറ്റണും പ്രിപ്പയർ ചെയ്തു, ആൻഡ് ദ ലാസ്റ്റ് വൺ, നാലാമത്തെ
certain ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടുള്ള അറ്റൻഷൻ. എന്താ പറയണേ? certain documents needs extra care before drafting. It must be ensured that contractual obligations are not contrary to the law. എന്താ പറയണേ? ഇതെന്താ? സ്പെഷ്യൽ അറ്റൻഷൻ ആണ്. സ്കെലിട്ടൺ പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുന്ന എന്താ? അറ്റൻഷൻ കൊടുക്കുക. അറ്റൻഷൻ കൊടുക്കുക വെച്ചാൽ അത് വീണ്ടും വായിച്ചു നോക്കുക. എന്താ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? നമ്മൾ എഴുതിയിരിക്കുന്ന കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഒരിക്കലും നിയമത്തിനെതിരല്ലല്ലോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? സ്കെലിട്ടൺ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഫോർമാറ്റും ഡീറ്റെയിൽസും ആയി. ആ ഡീറ്റെയിൽസിൽ പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. എന്താ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? നമ്മൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ നിയമങ്ങൾക്ക് എതിരല്ലല്ലോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ക്ലിയർ ആണോ? 5 എക്സ്പേർട്സ് ഒപ്പീനിയൻ. അതെന്താന്ന് കൃത്യമായിട്ട് അറിയാം. ഇഫ് ദ ഡോക്യുമെന്റ് ഈസ് ഡ്രാഫ്റ്റഡ് used multiple items with suitable modification, it should be vested by the expert to ensure its suitability and legal fitness. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റിനെ ആരുകൂടെ അനലൈസ് ചെയ്യണം? ഒരു എക്സ്പേർട്ട് കൂടെ അനലൈസ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാ സ്റ്റെപ്പുകൾ? ഫോളോസ് 5 പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ്. ദെൻ സ്കെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്കെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അതായത് സ്കെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഓക്കെ. സ്കെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്കെലിട്ടൺ പ്രിപ്പയർ ചെയ്യണം. സ്കെലിട്ടൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ലോജിക്കൽ പ്രസന്റേഷൻ വേണം. അതേപോലെ സിമ്പിൾ ലാംഗ്വേജസ് ആയിരിക്കണം. റിപ്പിറ്റേറ്റീവ് ഫാക്ട്സ് ഒഴിവാക്കണം. മിസ്ഇന്റർപ്രിട്ടേഷൻ ഫാക്ട്സ് ഒഴിവാക്കണം. അത് ആംബിഗ്യസ് ഫാക്ട്സും ഒഴിവാക്കണം. അതിനുശേഷം സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. എന്താ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? നമ്മളുടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഒരിക്കലും ലോയിന് അഗെയിൻസ്റ്റ് അല്ലല്ലോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി നമ്മൾ കൊടുക്കണം. ദെൻ സം ഡൂസ് ഇതിന് എക്സ്ട്രാ വരുന്ന സാധനം, നമ്മൾക്കൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ സിംഗിൾ വേർഡുകളായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താണ് പറയുന്നത്? നമ്മൾ ഒരു കാര്യം നടക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഒരു വേർഡ് ഉപയോഗിച്ചാൽ അത് തീരുമായിരിക്കും. എന്താ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്താ? അതായത് എല്ലാ മാസവും വാടക തരണം എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഷുഡ് ബി സൈമൾട്ടേനിയസ്ലി പെയ്ഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സിംഗിൾ വേർഡ് കൊണ്ട്, ഒരു കൂട്ടം വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് സിംഗിൾ വേർഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗിൾ ഗ്രൂപ്പ് ഓഫ് വേർഡുകളെ എന്താക്കി മാറ്റണം? സിംഗിൾ വേർഡുകളായിട്ട് മാറ്റണം. അതേപോലെ തന്നെ സിമ്പിൾ വെർബുകൾ വേണം യൂസ് ചെയ്യാൻ. എന്തിനു പകരം? ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പകരം. അതേപോലെ തന്നെ അവോയ്ഡ് റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻ. എന്താ റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻ? റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല, അത് വേർഡ്സിന്റെ ഇത് സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണ്. അവോയ്ഡ് റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻ. അതായത് പറഞ്ഞ കാര്യത്തിന് ഓപ്പോസിറ്റ് ഉള്ള കാര്യം തന്നെ അതേ എഗ്രിമെന്റിൽ വരാൻ പാടില്ല. അങ്ങനെ ഓപ്പോസിറ്റ് വരാൻ പാടില്ല. എല്ലാ മാസവും 1-ാം തീയതി വാടക തരണം, അതേ എഗ്രിമെന്റിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ മാസവും അവസാനം വാടക തരണം. അപ്പൊ എന്താ ചെയ്യത്? കൺഫ്യൂസിംഗ് ആയി വന്നു. അങ്ങനെ റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻ പാടില്ല. അതേപോലെ തന്നെ അൺനെസസറി റെപ്പിറ്റേഷൻസ് പാടില്ല. ഷോർട്ടർ സെന്റൻസുകളായിരിക്കണം. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ അറിയാലോ, ഡിസ്കസ് ചെയ്ത സാധനമാണ്. ആക്റ്റീവ് വോയിസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എന്തിനു പകരം? പാസീവ് വോയിസസിന് പകരം. സോ എന്തൊക്കെയാ അവിടെ പറയണേ? ഗ്രൂപ്പ് ഓഫ് വേർഡുകൾക്ക് പകരം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? സിംഗിൾ വേർഡുകൾ യൂസ് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പകരം നമുക്ക് സിമ്പിൾ വെർബുകൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഷോർട്ടർ സെന്റൻസുകൾ യൂസ് ചെയ്യാം. ആക്റ്റീവ് വോയിസുകൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതേപോലെ തന്നെ
അത്ര തന്നെ ഉള്ളൂ. അൺനെസസറി റിപ്പീറ്റേഷൻസും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോ ടോട്ടലി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു എഗ്രിമെന്റ് ഓർ സംതിങ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. പറ. ഇതിലേക്ക് നമുക്ക് വരാം. ഇതുവരെ ഉള്ളതാ ഞാൻ ചോദിച്ചത്. ആ ആ ഫെമിലിയർ വേർഡ് ആയിരിക്കണം, കോൺക്രീറ്റ് വേർഡ് ആയിരിക്കണം, പിന്നെ ഷോർട്ട് സിമ്പിൾ ആയിരിക്കണം, ഷോർട്ട് വേർഡ് സിമ്പിൾ വേർഡ് ആയിരിക്കണം, പിന്നെ ആക്ഷൻ വേർഡ് ആയിരിക്കണം, ആക്റ്റീവ്. പിന്നെ സ്കെച്ച്, സ്കെച്ചില് മറ്റേ കൺഫ്യൂഷൻ ഇൻകോഹറൻസ്, ഇൻകോഹറൻസ്. പിന്നെ ലോജിക്കൽ റെപ്രസെന്റേഷൻ ആയിരിക്കണം, സിമ്പിൾ ആൻഡ് ഫെമിലിയർ ആയിരിക്കണം, റിപ്പീറ്റേഷൻ പറ്റില്ല. സിമ്പിൾ വേർഡ്സ് ആയിരിക്കണം, റിപ്പീറ്റേഷൻ പറ്റില്ല, മിസ്ഇന്റർപ്രിട്ടേഷൻ പറ്റില്ല, ആംബിഗ്യസ് ഫാക്ട്സും പറ്റില്ല. പിന്നെ സ്കെലിറ്റൻ കഴിഞ്ഞു. സ്പെഷ്യൽ അറ്റൻഷൻ എന്താണത്? അതെന്താ? കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഒന്നും ലോക്ക് അഗെയിൻസ്റ്റ് അല്ലല്ലോ എന്നുള്ളത്. പിന്നെ എന്ത്? സ്പെഷ്യൽ അറ്റൻഷൻ, then expert opinion. റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ പറയണത് നമ്മൾ എഴുതിയ ഡ്രാഫ്റ്റിന്റെ എക്സാക്ട് കോണ്ടെക്സ്റ്റും ഇന്റർപ്രിട്ടേഷനും സെൻസും എന്താന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഇനി ഡോൺസ് എന്തൊക്കെ പാടില്ല? ഡൂസ് നമ്മൾ പറഞ്ഞു, ഡോൺസ് സെയിം സൗണ്ട് വരുന്ന വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, when the clause in the document is numbered, it become easy to refer to it with a number. അതായത് ഡോക്യുമെന്റുകളെ എങ്ങനെ നമ്മൾ കൊടുക്കണം? നമ്പേർഡ് ആയിട്ട് കൊടുക്കണം. ഒന്നാമത്തെ പേജ്, രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജ്, നാലാമത്തെ പേജ്, എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ്സ് ഇൻ സക്സസീവ് ഫ്രേസസ് ഷുഡ് ബി വെരി കെയർഫുള്ളി എംപ്ലോയ്ഡ്. നെഗറ്റീവ്സ്, അതായത് നെഗറ്റീവ് വേർഡുകൾ ഉണ്ടല്ലോ, നെഗറ്റീവ് വേർഡ്സ് നമ്മൾ സക്സസ്ഫുള്ളി വേണം, അതായത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി കെയർഫുള്ളി ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉപയോഗിക്കാൻ. അതേപോലെ തന്നെ അവോയ്ഡ് യൂസിങ് ദ വേർഡ്സ് ലെസ് ദാൻ ഓർ മോർ ദാൻ. അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? നോട്ട് എക്സീഡിങ്. അതായത് ലെസ് ദാൻ മോർ ദാൻ എന്നുള്ള വേർഡുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ എങ്ങനത്തെ വേർഡുകളാണ് യൂസ് ചെയ്യേണ്ടത്? നോട്ട് എക്സീഡിങ് അല്ലെങ്കിൽ എക്സീഡിങ് തുടങ്ങിയ വേർഡുകൾ വേണം യൂസ് ചെയ്യാൻ. സോ ഡോൺസ് എന്തൊക്കെയാ പറയണത്? സെയിം വേർഡ്സ് ഉള്ള സെയിം സൗണ്ട്സ് ഉള്ള വേർഡുകള് റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നെഗറ്റീവ്, പിന്നെ അതേപോലെ ഡോക്യുമെന്റുകൾ നമ്പേർഡ് ആയിരിക്കണം. മൂന്നാമത് പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. ലെസ് ദാൻ, മോർ ദാൻ തുടങ്ങിയ വേർഡുകൾ ഉപയോഗിക്കുന്നതിന് പകരം എക്സീഡിങ്, നോട്ട് എക്സീഡിങ് തുടങ്ങിയ വേർഡുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എന്തൊക്കെയാ ഡോൺസ്? സെയിം സൗണ്ട് ഉള്ള വേർഡ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നെഗറ്റീവ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, എന്നാ ആദ്യം മൂല് പറഞ്ഞാട്ടെ. അതല്ല, ആദ്യം മുതൽ.
a synthesis of language. It's a synthesis of law and facts in a language form. A synthesis of law and Hmm. first thinking and composition. It is the translation 1% അത് കൺവേൻസിങ് ആണ്. 1% to other percent. അത് കൺവേൻസിങ് ആണ്. ഡ്രാഫ്റ്റിംഗ് എന്താ, ഒരു ലീഗൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ആ, അയാൾക്ക് ഉണ്ടാവേണ്ട ഇതെന്താ, സീക്വൻഷ്യൽ ഫോമില് പ്രിവിലേജസും റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഒക്കെ കൊടുക്കാൻ പറ്റൂ. ആ, പിന്നെ സീക്വൻസോ കൺവേൻസിങ്. ഇറ്റ്സ് ആർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ്. It's an art of drafting. By drafting a document or agreement related to transfer of a immovable property by one person to another person. പിന്നെ കൺവേൻസിങ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് കൺവേൻസ് ഡീഡ് ആണ്. അതിനെ ഗവേൺ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ്. കൺവേൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലോ എക്സ്ചേഞ്ചോ വില്ലോ ഗിഫ്റ്റോ ആണ്. അതിൽ ഇൻഹെറിറ്റൻസ് ഉൾപ്പെടുന്നില്ല. ആ, പിന്നെ കൺവേൻസിംഗിൽ റൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ എന്ത് മാത്രമല്ലോ, ഓൾട്ടറേഷൻ ഓഫ് ഓണർഷിപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. ഓണർഷിപ്പ്, കോൺട്രാക്ട്, സെയിലും. അടുത്തത് ആ, അതിന് മുമ്പൊന്നുമില്ല. ആ, ഓക്കെ. ഫോളോവേഴ്സിന്റെ 5 പ്രിൻസിപ്പിൾസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആക്റ്റീവ് വോയിസ്, സ്കെച്ച് പറ. ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ഫാക്ട്സും ഇൻഫോർമേഷൻസും ഒക്കെ മനസ്സിൽ കാണണം, സ്കെച്ച് ചെയ്യണം. സ്കെച്ച് ചെയ്യാതെ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് കൺഫ്യൂസീവും ഇൻകോഹറൻസും ആവും. ഇനി മിസ്ഇന്റർപ്രിട്ടേഷൻ പാടില്ല, ആംബിഗ്വസ് ഫാക്ട്സ് പാടില്ല. പിന്നെ ഇപ്പൊ സ്കെലിറ്റൺ, സ്പെഷ്യൽ അറ്റൻഷൻ, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ലോക്ക് അഗെയിൻസ്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻ,
active words, verb, simple words, bodies, റൗണ്ട് അബൌട്ട് കൺസ്ട്രക്ഷൻ പാടില്ല. എന്താ ഞാൻ ഇവിടെ നോക്കണേ? അടുത്തത് ബേസിക് കമ്പോണൻസ് ഓഫ് ഡീഡ്സ്. ഡീഡിലെ ബേസിക് കമ്പോണന്റ്. ഓക്കെ, നൗ വായിക്കുക. ഡീഡ് പതുക്കെ വായിച്ചോ, നേരെ മനസ്സിലാക്കിക്കോളുണ്ടു. A deed is a writing on paper. മറ്റെന്താ? വാലം. ഓക്കെ, ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? പേപ്പറിൽ എഴുതുന്നതോ വാലമിൽ എഴുതുന്നതോ പേർച്ച്മെന്റിൽ സീൽ ചെയ്യപ്പെടുന്നതോ ആയ ഒരു സാധനമാണ്. ഓക്കെ, വാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടൊക്കെ സ്റ്റോണും എഴുതും, അതുകൊണ്ടാണ് വാലം എന്ന് പറയുന്നത്. പെർച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനിമൽ സ്കിന്നിൽ എഴുതും. അതായത് പണ്ട് മുതലേ ഉള്ളതായതുകൊണ്ടേ ഇതൊക്കെ വരും. പേർച്ച്മെന്റ് സീൽഡോ ആയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഡീഡ് ഈസ് എ റൈറ്റിംഗ് ഓൺ പേപ്പർ, വാലം ഓർ പേർച്ച്മെന്റ് സീൽഡ്. ഓക്കെ, ആൻഡ് ഡെലിവേർഡ് whereby ഒരു ഇൻട്രസ്റ്റോ റൈറ്റോ പ്രോപ്പർട്ടിയോ ഒബ്ലിഗേഷനോ ഒരാളിൽ ബൈൻഡ് ചെയ്യുന്ന ആക്ടിനെയാണ് നമ്മൾ ഡീഡ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ക്ലിയർ ആണോ? എന്താ ഡീഡ്? പേപ്പർ, വാലം ഓർ പേർച്ച്മെന്റ് സീൽഡ് which is delivered for the purpose of any interest, right, passing of property or obligation by one party to another party. എന്താ ഡീഡ്? Parchment sealed which is delivered for the purpose of creating any interest, right, or passing of a property or obligation by one party to another party. ഒന്ന് പറഞ്ഞു. വാലല്ല, എന്താ ഡീഡ്? Parchment sealed which is delivered any interest, right, or passing a property. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേ, റൈറ്റ് ക്രിയേറ്റ് ചെയ്യേ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യേ, അതും അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാക്കിയ വേണ്ടതിന് ഒരു പാർട്ടി വേറൊരു പാർട്ടിക്ക് കൊടുക്കുന്ന സാധനം. അതാണ് എന്ത്? ഡീഡ്. ഓക്കെ, ഇനി എന്താ ഡോക്യുമെന്റ്? ഓക്കെ, ഡോക്യുമെന്റിന്റെ ഡെഫിനിഷൻ. ഡോക്യുമെന്റ് മീൻസ് and it includes any matter written or expressed upon any substance by means of letters, figures, marks. എന്തിനു വേണ്ടിയിട്ട്? for the purpose of recording that matter. എന്താണ്? അപ്പൊ ശ്രദ്ധിക്കുക, ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും റിട്ടൺ ആയിട്ടുള്ളതോ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് എന്തിന്റെ പുറത്താ ചെയ്യുക? എന്ത് സബ്സ്റ്റൻസ് ആയാലും കുഴപ്പമില്ല. എന്താണ് ഡോക്യുമെന്റ്? എന്തെങ്കിലും ഒരു സാധനം റൈറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതോ ആണ്. എന്തിന്റെ പുറത്ത്? ഏത് സബ്സ്റ്റൻസ് ആയാലും കുഴപ്പമില്ല. അതിപ്പോ ഫ്ലോപ്പി ഡിസ്കിലാവാം, കോമ്പാക്ട് ഡിസ്കിലാവാം, വേണമെങ്കിൽ പേപ്പറിൽ എഴുതിയിടുന്നതാവാം, എന്തിലും ആവാം. എന്തൊക്കെ അതിൽ ഉപയോഗിക്കുക? ലെറ്റേഴ്സ് ഉണ്ടാവും, ഫിഗേഴ്സ് ഉണ്ടാവും, മാർക്സ് ഉണ്ടാവും. എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യാൻ വേണ്ടി.
ഓക്കെ. അപ്പൊ എങ്ങനെയാ നമുക്ക് പറയാം? ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ written or expressed in any substance by using letters, numbers, figures, marks for the purpose of recording. എന്താ സംഭവം? അപ്പൊ എന്താ ഡീഡ്? അല്ല പറ, മര്യാദക്ക് പറ. which delivers a right, interest, or passing a property or obligation by one person to another person. Okay. ഡോക്യുമെന്റ് എന്താണ്? Any matter written or expressed on any substance using letter, number, figures, or marks for the purpose of recording. Okay. Next, different kind of deeds. പലതരം ഡീഡുകൾ. ഇതാണ് മോനെ സംഭവം. Different types of a deed. Conveys a good title. Conveys a good title. അതായത് എന്തെങ്കിലും ഒരു ടൈറ്റിലിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ that is called as a good deed. അതായത് അത് നല്ല ഡീഡ് എന്നല്ല അതിന്റെ അർത്ഥം. A good deed means എന്താണ്? അത് ടൈറ്റിലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഒന്നുമില്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ് ഡീഡ്. ഓക്കെ. ദെൻ ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ്. ഏതെങ്കിലും ഒരു ഡീഡിനെ നമുക്ക് മാർക്കറ്റബിൾ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ഡീഡ് അതെ മാർക്കറ്റബിൾ ഡീഡിനെ വിൽക്കല്ല, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ സെയിൽ ഔട്ട് ചെയ്യുന്നതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന ഡീഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ് എന്ന് പറയാ. ദെൻ ഇൻക്ലൂസീവ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഏതെങ്കിലും ഒരു ഡീഡില് നമ്മൾ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന എല്ലാം അടങ്ങുന്ന ഡീഡ്, അതാണ് ഇൻക്ലൂസീവ് ഡീഡ്. സാധാരണ ഒരു ഗുഡ് ഡീഡ് എന്താ? ഗുഡ് ഡീഡ് എന്ന് പറഞ്ഞാൽ അതിൽ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഒരു ടൈറ്റിലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ബെറ്റർ ആയിട്ട് എങ്കിൽ അത് ഗുഡ് ഡീഡ്. പക്ഷെ അത് ഇൻക്ലൂസീവ് ആവണമെന്നില്ല. അതേ ഡീഡിൽ തന്നെ അതേ പ്രോപ്പർട്ടിയുടെ സകല ബൗണ്ടറീസും നമ്മൾ മാർക്ക് ചെയ്ത് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സകലതും അടങ്ങിയ ഡീഡ്, ഇൻക്ലൂസീവ് ഡീഡ് എന്ന് നമ്മൾ പറയാം. ദെൻ ലാറ്റന്റ് ഡീഡ്. 20 വർഷം. വായിക്ക്. എന്താണ്? kept for 20 years of more in a strong box. എന്താണ് സംഭവം? മെയിൻ ആയിട്ടും വിൽപത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്റെ മരണശേഷം ഇത് കാണിച്ചു കൊടുത്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ 20 years or more. സ്ട്രോങ് ബോക്സിൽ വെക്കപ്പെടുന്ന ഡീഡുകളെയാണ് നമ്മൾ എന്ത് പറയാ? ലേറ്റന്റ് ഡീഡ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ ഡീഡാ പറഞ്ഞേ? ഗുഡ് ഡീഡ്. നമ്മൾ പറയാം എന്താ ഗുഡ് ഡീഡ്? വിച്ച് കൺവേസ് എ ഗുഡ് ടൈറ്റിൽ. ഒരു ടൈറ്റിൽ ഈസി ആയിട്ട് കൺവേ ചെയ്യുന്ന ഡീഡ്, അതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗുഡ് ഡീഡ് എന്നാണ്. അപ്പോ ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഡീഡ് വിച്ച് ഈസ് മാർക്കറ്റബിൾ, then it is called as good and sufficient deed. അതായത് ഫോർ എക്സാമ്പിൾ ഗുഡ് ഡീഡ് എന്ന് പറയുന്നത് എന്താ? ഒരു ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ അത് അതിൽ വേറെ പാകപ്പിഴകളൊന്നും ഇല്ലെങ്കിൽ അതിന് ഗുഡ് ഡീഡ്. പക്ഷേ ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഇത് ഗുഡ് ആയിട്ടുള്ള ഡീഡും ആണ്, എന്നാ ഇനി നാളെ വാങ്ങിയ ഒരാൾക്ക് അത് മറിച്ചു വെക്കണമെങ്കിൽ ഈ ഒറ്റ ഡീഡ് മാത്രം കൊടുത്താൽ മതിയാവും. അതിന്റെ ഒപ്പം സകല ഡോക്യുമെന്റ്സും ഉണ്ടാവും, അടിയാധാരം മുതൽ സകല സാധനം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ് എന്നാണ് പറയാ. ഇൻക്ലൂസീവ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡിൽ ലാൻഡിന്റെ സകല ബൗണ്ടറികളും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻക്ലൂസീവ് ഡീഡ് എന്നാണ് വിളിക്കുക. ഇനി ലാറ്റന്റ് ഡീഡ് എന്താ?
ഏതെങ്കിലും ഒരു ഡീഡ് 20 വർഷമോ അതിൽ കൂടുതലോ സ്ട്രോങ് ബോക്സിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ അത്തരം ഡീഡിനെ നമ്മൾ ലാറ്റന്റ് ഡീഡ് എന്നാണ് പറയാ. ദെൻ പ്രിറ്റൻഡഡ് ഡീഡ്. പ്രിറ്റൻഡഡ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഥമദർശ അത് വാലിഡ് ആണ്. എന്താ പ്രിറ്റൻഡഡ് ഡീഡ്? പ്രിറ്റൻഡഡ് ഡീഡ് ഒരിക്കലും ഒറിജിനൽ ഡീഡ് അല്ല. പക്ഷെ ഈ ഒറിജിനൽ ഡീഡ് എന്റെ കൈവശം ഉണ്ട് എന്ന് തെളിയിക്കാവുന്ന അതിന്റെ ഫോട്ടോ കോപ്പിയോ കളർ കോപ്പിയോ തുടങ്ങിയ സാധനങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുക? പ്രിറ്റൻഡഡ് ഡീഡ് എന്ന് വിളിക്കുക. ദെൻ ഡീഡ് പൂൾ. ഡീഡ് പൂൾ എന്താ? ഡീഡ് പൂള് അതായത് രണ്ടോ രണ്ടിൽ കൂടുതലോ പാർട്ടീസ് എഴുതപ്പെടുന്ന ഒരു ഡീഡ്, അതിന്റെ ഓരോ കോപ്പിയും ഓരോ പാർട്ടിയും വെക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതൊരു ഡീഡൊന്നല്ല കേട്ടോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡീഡ് പൂൾ. എന്താണ്? രണ്ടോ രണ്ടിൽ കൂടുതലോ പാർട്ടീസ് നമ്മൾ എഴുതുന്ന ഡീഡ്, അതിന്റെ ഓരോ കോപ്പിയും ഓരോ പാർട്ടിയുടെ കൈവശം കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡീഡ് പൂൾ എന്ന് പറയുന്നത്. ദെൻ ഡീഡ് പോൾ, എക്സിക്യൂട്ടഡ് ബൈ എ സിംഗിൾ പാർട്ടി. അതായത് ഒരു പാർട്ടിയുടെ സിഗ്നേച്ചർ മാത്രം മതി അത് എക്സിക്യൂട്ട് ആവാൻ. അത്തരത്തിലുള്ള ഡീഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? ഡീഡ് പോൾ എന്നാണ് പറയുക. ദെൻ ഇതാണ് സംഭവം. ഇൻഡെൻചർ ഒന്ന് വായിച്ചേ. Parchment. Between two or more parties, it was written in duplicate upon one piece of parchment, and two parts were severed so as to leave an intended edge. എന്താണത് പറയണത്? അതായത് ഇൻഡെൻചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡീഡ്, ആ ഡീഡിന്റെ ഒരു കോപ്പി മാത്രമാണ് എല്ലാ പാർട്ടികൾക്കും, മീൻസ് ഒരു പേജ് മാത്രമാണ് എല്ലാ പാർട്ടികൾക്കും കാണാൻ പറ്റുന്നത്. ബാക്കി പേജുകളെ നമ്മൾ ഒരു പാർട്ടിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് എന്തിനാ ചെയ്യുന്നത്? നമുക്കൊരു അഡ്വാൻറ്റേജ് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻഡെൻചർ എന്നാണ് പറയുന്നത്. ഒരു ഡീഡിലെ സകല കാര്യങ്ങളും നമ്മൾ വേറൊരു പാർട്ടി കാണണമല്ലോ സാധാരണ. പക്ഷെ ഈ ഡീഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു പേജ് മാത്രമേ എല്ലാവരും കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു പോർഷൻ മാത്രമേ എല്ലാവരും കാണുള്ളൂ. ബാക്കിയുള്ള പോർഷൻസിനെ നമ്മൾ ഹിഡൻ ആയിട്ട് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ആ ഇന്റൻഡഡ് എഡ്ജ്, നമുക്കൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ അതിനെ നമ്മൾ ഇൻഡെൻചർ എന്നാണ് വിളിക്കുക. ക്ലിയർ ആണോ? അപ്പൊ പറയൂ, ഗുഡ് ഡീഡ് എന്തായിരുന്നു? which conveys a good title. Good and sufficient deed എന്താ? which can be marketable. Then inclusive deed എന്താണ്? boundary of the land include ചെയ്യുന്നെങ്കിൽ. latent deed എന്താ? which is kept 20 years or more in a strong box. pretended deed എന്താ? which is prima facie valid. deed pool എന്ന് പറഞ്ഞാൽ എന്താ? it is a deed if the deed is written between two or more parties and every party keeps a copy, then it is called as deed pool. എന്താ പറയണേ? രണ്ടോ രണ്ടിൽ കൂടുതലോ പാർട്ടീസ് എഴുതപ്പെടുന്നു, പക്ഷെ എല്ലാവർക്കും ഓരോ കോപ്പി ഡീഡിന്റെ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡീഡ് പൂൾ എന്നാണ്. ഡീഡ് പോളോ വിച്ച് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ എ സിംഗിൾ പാർട്ടി. ഇൻഡെൻചർ എന്താ? ടു ഓർ മോർ പാർട്ടീസ് were one part of the punishment is duplicate upon and two parts were severed so as to create a intended edge. Okay, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡെൻചർ എന്ന് പറയാ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇനി വരുന്നുണ്ട് സൈറോഗ്രാഫ്. ഉണ്ട്. രണ്ടാമത്തത് മറ്റേ മൂന്നാമത്തെ
ബൗണ്ടറീസ് ഇൻക്ലൂസീവ് ഡീഡ്. പിന്നെ നാലാമത് ഏതൊക്കെ പോയി? ഗുഡ് ഡീഡ്, ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ്, ഇൻക്ലൂസീവ് ഡീഡ്. ഈ പോളോ ഡീഡ് പോളോ ഡീഡ് പൂള്, ഡീഡ് പോള്. പിന്നെ എല്ലാവർക്കും ഓരോ കോപ്പി കൊടുക്കുന്നത്. അത് ഇൻഡെഞ്ചർ. അതിനുള്ളു. ഒന്നാ പിന്നെ അതാ സൈറോഗ്രാഫം. വായിക്ക്. The word Syrographum was written between the two or more copies of the document, and the parchment was cutted in a jagged line through this word. ഒന്നുമില്ല. സൈറോഗ്രാഫം എന്ന് പറയുന്നത് ഒന്നുമല്ല, ചില ഡീഡുകളില് ആദ്യത്തെ 2 or 3 പേജുകളിൽ നമ്മൾ എന്ത് എഴുതും? സൈറോഗ്രാഫം എന്ന് എഴുതും. എഴുതിയതിനു ശേഷം അത് സീൽ ചെയ്തിട്ട് ഒരു ലൈൻ അത് കൂടി പാസ് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഡീഡിനെയാണ് നമ്മൾ സൈറോഗ്രാഫം എന്ന് പറയുന്നത്. അതായത് പേജസിൽ നമ്മൾ എന്തെഴുതും? പേജുകളിൽ നമ്മൾ സൈറോഗ്രാഫം എന്ന് എഴുതും. എഴുതിയിട്ട് അതിന്റെ പുറത്ത് ഒരു സീൽ ഉണ്ടാവും. സീൽ നമ്മൾ പതിക്കണതാണ്. പതിച്ചിട്ട് ഒരു ലൈന് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. അത് 2-3 പേജുകളിൽ ഉണ്ടാവും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നോട്ടറി അല്ലെങ്കിൽ സോളിസിറ്റേഴ്സ് അത് റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ്. അതിനെയാണ് നമ്മൾ സൈറോഗ്രാഫം എന്ന് പറയുക. ക്ലിയർ ആണ്? പക്ഷെ അത് ഇങ്ങനെ അങ്ങോട്ട് എഴുതണം. Syrographum was written in 2 or more copies of the document, and a parchment was cut. Parchment എന്ന് പറഞ്ഞാൽ എന്താ? അനിമൽ സ്കിൻ കൊണ്ടുള്ള സീലാനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റും ഒക്കെ ഒരു സാധനം സീൽ ചെയ്തൊരു ഉരുക്ക് പശ കൊണ്ട് കേട്ട് അതാണ് പേർച്ച്മെന്റ്. ആ പേർച്ച്മെന്റ് കൂടി ഒരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സൈറോഗ്രാഫം എന്ന് പറയാം. ഓക്കെ, യെസ്. ദെൻ ഡീഡ് എസ്ക്രോ. എ റൈറ്റിംഗ്. ഒന്നുമില്ല. ഒരു പാർട്ടി ഇവിടെ ഇല്ല, ഒരു പാർട്ടി വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, വേറെ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡീഡാണ് ഡീഡ് എസ്ക്രോ. അതായത് ഈ ഡീഡ് എസ്ക്രോ ഡീഡായി മാറുക എപ്പോ മാത്രം? ഈ ഡീഡ് രണ്ടാമത്തെ പാർട്ടിയുടെ കയ്യിൽ എത്തുന്ന ദിവസം അയാൾ സൈൻ ചെയ്താൽ മാത്രമേ ഈ ഡീഡ് എന്താവുള്ളൂ? വാലിഡ് ആവുള്ളൂ. അന്നത്തെ ഡേറ്റിനായിരിക്കും ആ ഡീഡ് എഫക്റ്റീവ് ആവുക. അത്തരത്തിലുള്ള ഡീഡിനെയാണ് നമ്മൾ ഡീഡ് എസ്ക്രോ എന്ന് പറയുന്നത്. ഓക്കെ, 2 പാർട്ടികൾ വിവിധ രാജ്യങ്ങളിലോ വിവിധ ലൊക്കേഷനിലോ ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡീഡാണ് ഏത്? ഡീഡ് എസ്ക്രോ എന്ന് പറയുന്നത്. അതെന്താ നമ്മൾ ചെയ്യാ? ഇവിടുന്ന് അയക്കും, അയാൾ സൈൻ ചെയ്ത അന്നായിരിക്കും എന്ത് വരിക? ആ ഡീഡിനെ എഫക്റ്റീവ് ആയിട്ട് വരിക. അതിന് ക്രിയേറ്റ് ചെയ്യുന്ന ഡീഡാണ് ഡീഡ് എസ്ക്രോ. ക്ലിയർ ആണോ? സോ അപ്പൊ എത്ര തരത്തിലുള്ള ഡീഡ് ഉണ്ട്? ഗുഡ് ഡീഡ്, ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ്, ഇൻക്ലൂസീവ് ഡീഡ്, ഡീഡ് പൂള്, ഡീഡ് പോള്, ഇൻഡെഞ്ചർ, സൈറോഗ്രാഫം, ഡീഡ് എസ്ക്രോ. ഓക്കെ, യാ.
ഓക്കെ, നൗ കമ്പോണൻസ് ഓഫ് എ ഡീഡ്. ഒരു ഡീഡില് എത്ര കമ്പോണൻസ് ആണുള്ളത്? പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ആസ് നോൺ ഓപ്പറേറ്റീവ് പാർട്ട്. അവിടെ എന്തായിരിക്കും ഈ ഡീഡ് എന്താണ് എന്നുള്ളത്? ഡീഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്, റെന്റൽ ഡീഡ്, ലീസ് ഡീഡ്, ഇതൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? നെയിം ഓഫ് ദ ഡീഡ് എന്ന് പറയാ. പിന്നെ അതിന് താഴെ എന്തുണ്ടാവും? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് എക്സിക്യൂഷൻ. ഈ ഡീഡ് എവിടെ വെച്ച് എഴുതി, ഏത് ഡേറ്റിന് എഴുതി എന്നുള്ള കാര്യങ്ങളാണ് എന്ത്? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് എക്സിക്യൂഷൻ. പാർട്ടീസിന്റെ പേര്, ഇന്ന ആളാണ് ഒന്നാമത്തെ പാർട്ടി, ഇന്ന ആളാണ് രണ്ടാമത്തെ പാർട്ടി എന്നുള്ളതാണ് പാർട്ടീസ് ഓഫ് ദ ഡീഡ്. റെസിറ്റൽസ്. എന്താ റെസിറ്റൽസ്? ഇന്ന ആളെ ഇനി മുതൽ ഒന്നാം പാർട്ടി ആയിട്ടാണ് ഞങ്ങൾ വിളിക്കുക, ഇന്ന ആളെ രണ്ടാം പാർട്ടി ആയിട്ട് വിളിക്കുക, അതിനെയാണ് നമ്മൾ റെസിറ്റൽസ്. അപ്പൊ ഈ ഏരിയകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഓപ്പറേറ്റീവ് പാർട്ട്. നോൺ ഓപ്പറേറ്റീവ് പാർട്ടിൽ എന്തൊക്കെ ഉണ്ടാവുക? ഒരു മിനിറ്റ് ഞാനും പറയാം. ഡീഡ് കാണാൻ നെയിം ഓഫ് ദ ഡീഡ് എന്താണ്, ഡേറ്റ് ആൻഡ് പ്ലേസ് എന്താണെന്ന്, അതേപോലെ തന്നെ പാർട്ടീസ് ആരൊക്കെയാണ്, അവരുടെ റെസിറ്റൽസ്, ഇത്രയും അടങ്ങുന്ന ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ ഓപ്പറേറ്റീവ് പാർട്ട് എന്ന് പറയാം. ദെൻ ഓപ്പറേറ്റീവ് പാർട്ട് ഉണ്ട്. ഈ പേരൊക്കെ കൃത്യമായി നോക്കി കേട്ടോ. ടെസ്റ്റാറ്റം, സ്ഥലം, പ്രിമിസസ്. ടെസ്റ്റാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സ്ഥലത്താണ്, ഏത് സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്, അതാണ് ടെസ്റ്റാറ്റം. ദെൻ ഹെബൻഡം. എന്താ ഹെബൻഡം? കണ്ടീഷൻസ്, അതാണ് ഹെബൻഡം. അതേപോലെ തന്നെ എക്സെപ്ഷൻസ് ആൻഡ് റിസർവേഷൻസ്. ഇതിൽ എന്തൊക്കെ പെടില്ല, എന്തെങ്കിലും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർവേഷൻ. കോവനൻസ്. എന്താ കോവനൻസ്? നിയമം. ഓക്കെ, ഇതെല്ലാം അടങ്ങുന്നതിനെയാണ് ഇത് അടങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓപ്പറേറ്റീവ് പാർട്ട് എന്ന് പറയാ. സോ എന്തൊക്കെയാ? ടെസ്റ്റാറ്റം, ഹെബൻഡം, എക്സെപ്ഷൻസ് ആൻഡ് റിസർവേഷൻസ്, അതേപോലെ തന്നെ കോവനൻസ്, നിയമം. അതായത് ഇതിന്റെ മെയിൻ ഭാഗം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം, ഇന്നതാണ് ഈ സംഭവങ്ങൾ അടങ്ങുന്നതാണ് ഓപ്പറേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടെസ്റ്റിമോണിയം. ഇതെന്താ? അക്നോളജ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടെസ്റ്റിമോണിയം. സിഗ്നേച്ചർ ആൻഡ് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ സൈൻ ചെയ്യുക. സിഗ്നേച്ചർ ആൻഡ് അറ്റസ്റ്റേഷൻ. അതേപോലെ തന്നെ പാർസൽസ് ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് അതിന്റെ ചതുരശ്ര അടി ഇത്രയാണ്, അതിന്റെ നികുതി ചീട്ട് ഇത്രയാണ്, അതിന്റെ ഡ്രോയിങ്സും മറ്റു കാര്യങ്ങളും. ഇതാണ് പാർസൽസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫോർമൽ പാർട്ട്. അപ്പൊ 3 പാർട്ടുകൾ ഏതൊക്കെയാണ്? ആദ്യത്താണല്ലേ നല്ല എളുപ്പം. നോൺ ഓപ്പറേറ്റീവ് പാർട്ട് ഉണ്ട്, ഓപ്പറേറ്റീവ് പാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ
ഫോർമൽ പാർട്ട് ഉണ്ട്. നോർം ഓപ്പറേറ്റീവ് പാർട്ടിൽ എന്തൊക്കെയാ വരിക? ഇത് ഇന്ന ഡീഡാണ്, നെയിം ഓഫ് ദി ഡീഡ്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സിക്യൂഷൻ, അതേപോലെ തന്നെ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് എക്സിക്യൂഷൻ, അതേപോലെ തന്നെ പാർട്ടീസ് അവരുടെ റെസിറ്റൻസ്. ഓപ്പറേറ്റീവ് പാർട്ടിൽ എന്തൊക്കെയാ വരിക? ടെസ്റ്റാറ്റം വരും, അതായത് എവിടെ, ഏതാണ് സ്ഥലം, അതാണ് ടെസ്റ്റാറ്റം. ഹെബണ്ടം, എന്താണ് ഹെബണ്ടം? കണ്ടീഷൻസ്. അതേപോലെ തന്നെ എക്സെപ്ഷൻസ് ആൻഡ് റിസർവേഷൻ, അതായത് ഈ സ്ഥലം വെക്കുന്നതിൽ ഇന്ന സ്ഥലങ്ങളൊന്നും പെടില്ല, ഇതൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല, അതാണ് എക്സെപ്ഷൻസ് ആൻഡ് റിസർവേഷൻസ്. ദെൻ കോവനൻസ്, നിയമം. ഇത്രയും എവിടെ ഉൾപ്പെടുക? ഓപ്പറേറ്റീവ് പാർട്ട്. ദെൻ ഇതൊക്കെ കഴിഞ്ഞ ഒരു ഫോർമൽ പാർട്ട് ഉണ്ട്. ഫോർമൽ പാർട്ടിൽ ടെസ്റ്റിമോണിയം. എന്താ ടെസ്റ്റിമോണിയം? അക്നോളജിങ്, സിഗ്നേച്ചർ, അറ്റസ്റ്റേഷൻ, അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ. ഇത്രയാണ് നമുക്ക് ഫോർമൽ പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി ആദ്യം മൂലം ഒന്ന് പറഞ്ഞേ. ആദ്യം മൂലം വളരെ സിമ്പിളാ. ഡ്രാഫ്റ്റിംഗ്. സിന്തസിസ് ഓഫ് law and fact. Drafting is a synthesis of law and facts in a language form. First drafting or ഡ്രാഫ്റ്റ്മാന് വേണ്ട കഴിവുകൾ. അതുപോലെ തന്നെ ലോയും അറിയിക്കണം. എന്തിനു വേണ്ടി? കറക്റ്റായി പ്രിവിലേജുകളും റൈറ്റുകളും ഇൻട്രസ്റ്റുകളും ഒക്കെ പ്രതിപാദിക്കാൻ പറ്റുകയുള്ളൂ. ഇനി കൺവേയൻസ്. Conveyance is an art of draft, where drafting of documents and agreements for the transfer of an immovable property from one person to another person. കഴിഞ്ഞിട്ടില്ല. Conveyance means a conveyance deed regulated by Transfer of Property Act. Conveyance deed includes sale, exchange, will, gift, but it does not include inheritance. ഇല്ല. പിന്നെ എസെൻഷ്യൽസ് ഓഫ് എ ഡീഡ്, അല്ല എസെൻഷ്യൽസ് ഓഫ് എ ഡ്രാഫ്റ്റിംഗ്. Saxon language. Sketch. ആ സ്കെച്ചിൽ
കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും പറ്റില്ല. ലോജിക്കൽ പ്രസന്റേഷൻ. മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്ട്സ് പറ്റില്ല, ആംബിഗ്യസ് ഫാക്ട്സ് പറ്റില്ല. സ്പെഷ്യൽ അറ്റൻഷൻ. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ലോയുമായി കോൺട്രഡിക്ടറി ആണോ എന്ന് നോക്കും. എക്സ്പെർട്ട് ഒപ്പീനിയൻ കഴിഞ്ഞിട്ട് ഡൂസും ഡോൺസും. റൗണ്ട് അറൗണ്ട് കൺസ്ട്രക്ഷൻ പാടില്ല. ഡോൺസ് എന്ത് പറ്റൂല? ലൂപ്പോൾസോ? ആ ഗ്രൂപ്പ് വേർഡ്സ്. ഗ്രൂപ്പ് വേർഡ്സിന് പകരം അങ്ങനെയാണോ? നെഗറ്റീവ്സ് യൂസ് ചെയ്യുമ്പോ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. ഈ നമ്പേഴ്സ് യൂസ് ചെയ്യണം, ഡോക്യുമെന്റ്സിന് നമ്പേഴ്സ് യൂസ് ചെയ്യണം. പിന്നെ ലെസ് ദാൻ മോർ ദാന് പകരം എക്സീഡിങ്, നോട്ട് എക്സീഡിങ് എന്നൊക്കെ യൂസ് ചെയ്യണം. പിന്നെ പലതരം ഡീഡ്സ്. ഗുഡ് ആൻഡ് സാറ്റിസ്ഫാക്ടറി അല്ല മറ്റേത് ഗുഡ് ആൻഡ് എസെൻഷ്യൽ എന്നല്ല, സഫിഷ്യന്റ് ഡീഡ്, ഗുഡ് ആൻഡ് സഫിഷ്യന്റ് ഡീഡ്. പിന്നെ ഇൻക്ലൂസീവ്, ഡീഡ് പൂൾ, ഡീഡ് പോൾ, ഇൻഡെഞ്ചർ, സൈറോഗ്രാഫം, ഡീഡ് എസ്ക്രോ. പിന്നെ പാർട്സ് ഓഫ് ദ ഡീഡ്. നോൺ ഓപ്പറേഷണൽ പാർട്സ്, നെയിം ആണോ? നെയിം ഓഫ് ദ ഡീഡ്, ഡേറ്റ് ആൻഡ് പ്ലേസ്, പാർട്ടീസിൻ്റെത്, റെസിറ്റൽസ്. ടെസ്റ്റിമാറ്റം, ഹെബണ്ടം, എക്സെപ്ഷൻസ് ആൻഡ് റിസർവേഷൻസ്, കോവനൻസ്. പിന്നെ ഫോർമൽ പാർട്ട്. ഫോർമൽ പാർട്ട് ലാസ്റ്റത്തെ ടെസ്റ്റിമോണിയം, വിത്ത് സിഗ്നേച്ചർ ആൻഡ് അറ്റസ്റ്റേഷൻ, ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി പ്രോപ്പർട്ടി. അത് ഏകദേശം കഴിയാനായി. ഇനിതാ അത്രന്നെ ഉള്ളു.